അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ എല്ലാവർക്കും പ്രണയമൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ മഹീനാണെങ്കിൽ പ്രണയിച്ചിട്ടുള്ള ആളുകളാണ്. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണേ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എന്താ പറയുക, ഇങ്ങനെ നമ്മൾ ഒരുപാട് കൾച്ചർ കാണുന്നുണ്ട്. ഇത്രയും യാത്രകൾ നടത്തുന്ന ഒരാൾക്ക് എന്താ പറയുന്നത്, ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുന്നുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ ആൾക്കാരോട് പ്രണയം തോന്നാറുണ്ടോ? ഞാൻ അത്രക്കാരൻ തീർച്ചയായിട്ടും പ്രണയം തോന്നാറുണ്ട്. ബട്ട് ഇപ്പൊ പ്രണയം കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള വലിയൊരു മനക്കെട്ടി ഉള്ളത് കൊണ്ട് അങ്ങനെ പ്രണയത്തിൽ അകപ്പെടാറില്ല. എന്തോന്നു ഒരു പ്രത്യേക ജീവിതമല്ലേ. ഇപ്പൊ ഞാനൊരു കൗതുകത്തിന് പുറത്ത് ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പുറമെ എന്താണ്, നമ്മൾ പുറത്ത് നിൽക്കുന്നവരൊക്കെ പറയുന്നൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന ആളുകളുടെ കാര്യം പറയുമ്പോൾ അവർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേൾസ്. കാരണം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്ന ആളുകളുടെ കാര്യം പറയുമ്പോൾ അവർ ഭയങ്കര ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഓരോ കൺട്രീസ് ചെല്ലുമ്പോൾ ഓരോ ആൾക്കാരെ പരിചയപ്പെടാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേൾസ്. ഇപ്പം എന്താ ബോയ്സ് ആണെങ്കിൽ ഗേൾസിനെ പരിചയപ്പെടാം, ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബോയ്സിനെ പരിചയപ്പെടാം. അപ്പം അങ്ങനെ ഒരു തോട്ട് വരും ആളുകൾക്ക്. അതായത് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ അവൻ എന്ത് ഭാഗ്യവാനാണ് എന്നൊക്കെയുള്ള ചിന്ത വരും. അപ്പം ഒരു കാഷ്വൽ റിലേഷൻഷിപ്പിനൊക്കെ അങ്ങനെ താല്പര്യമുള്ള ആളാണോ? നീ ഞരമ്പല്ലോ? ചോദ്യം മനസ്സിലായില്ല. മനസ്സിലായോ? ഞരമ്പല്ല ഞാൻ. ഒരിക്കലും ഇല്ല. കാരണം പ്രണയങ്ങളെ എന്താ പറയാ ഭയങ്കര വാല്യൂയോടെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോ സർവ്വമാന്യനാണ്, ഒരു അന്തസ്സുണ്ട്. മഹീൻ, ഞാൻ ഇത്രയും നേരം സംസാരിച്ചതിലൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ്. സ്ട്രിക്ട്ലി പേഴ്സണൽ ആണ്, അത് എൻ്റെ സ്പേസ് അല്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഓ എന്താ സംഭവം പറ കേക്കട്ടെ. ആർ യു വെർജിൻ? ഇതിന്റെ ആൻസർ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് വിഷമാവും എന്നുള്ള ഒരു കാരണം കൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നില്ല. പിന്നീട് സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചത് യാത്രയുടെ എന്താ പറയുക അനുഭവങ്ങൾ പറയാനാണല്ലോ, കൂടുതൽ എൻ്റെ ഒരു പേഴ്സണൽ ടോക്ക് എന്നുള്ള നിലയിൽ. അപ്പം അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല. നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ. നൈസായിട്ട് എസ്കേപ്പ് ആയി കേട്ടോ. ഒത്തില്ല. എന്താണ് ഒത്തില്ല?